കേരളത്തിൽ പുതിയൊരു ഭരണപരിഷ്കാര കമ്മീഷനും അതിനൊരു അധ്യക്ഷനും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയവും അതുപോലെ നീക്കങ്ങളും ആ രീതിയിലാണ്. ഒരാളിനെ ഒതുക്കണം എന്ന് എതിരാളികൾ തീരുമാനിച്ചാൽ ബുദ്ധിയുള്ളവർ ആദ്യം ചെയ്യുന്നത് അവരെ പൊക്കുകയാണ്, പറഞ്ഞ് ചെത്തക്കൊമ്പിൽ കയറ്റുകയാണ്. ഇവിടെയും ഒരു ചെത്തക്കൊമ്പിൽ കയറ്റുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് ഒതുക്കാനാണോ എന്ന് രാഷ്ട്രീയ കേരളം സംശയിക്കുന്നു. ആ ചെത്തക്കൊമ്പിന്റെ പേര് പ്രചാരണ നായകൻ എന്ന വാക്കാണ്. മുമ്പൊരാളിനെ ആ ചെത്തക്കൊമ്പിൽ കയറ്റിയതാണ്. നമുക്കറിയാം, ആ ആളിന്റെ പേര് VS അച്യുതാനന്ദൻ എന്നാണ്. 2006 അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനെ പ്രചാരണ നായകനാക്കിയത്. ഒപ്പം തന്നെ അന്ന് VSന് ടിക്കറ്റ് നിഷേധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇടതുപക്ഷം മാത്രമല്ല, VSനെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരും തെരുവിലിറങ്ങി. അത് ഇടതുപക്ഷത്തിന് ദോഷമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ വച്ചു കെട്ടിക്കൊടുത്തു ഒരു പേര് പ്രചാരണ നായകൻ. എന്നാൽ പിന്നീട് VSന് ടിക്കറ്റ് നൽകേണ്ടി വന്നു ഈ തെരുവ് യുദ്ധങ്ങളെ ഒതുക്കാൻ. അന്ന് ലാവലിൻ കേസിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം പാർട്ടി എടുത്തിരുന്നു. എന്നാൽ അത് നടപ്പിലായില്ല എന്ന് മാത്രം. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ പാർട്ടി സെക്രട്ടറി മത്സരിക്കാറുള്ളൂ എന്നൊരു ന്യായീകരണമാണ് അന്ന് ന്യായീകരണ തൊഴിലാളികൾ പുറത്തിറക്കിയത്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലെങ്കിലും VSനെയും പിണറായിയെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് 2007 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് ശേഷം തിരിച്ചെടുക്കുകയും ചെയ്തു. 2009 VSനെ PBയിൽ നിന്ന് പുറത്താക്കുന്നത്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. PBയിൽ ഇല്ലാത്ത ഒരാൾ 2 വർഷം പിന്നീട് മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. 2011 VSന് ടിക്കറ്റ് നിഷേധിക്കുകയുണ്ടായി. എന്നാൽ PB ഇടപെട്ട് അത് തിരുത്തുന്ന സാഹചര്യവും കേരളത്തിലുണ്ടായി. 2011 VSന് ടിക്കറ്റ് നൽകാതിരിക്കാനുള്ള നീക്കങ്ങളുണ്ടായി. അന്നാണ് പിണറായി വിജയന്റെ പ്രസിദ്ധമായ വ്യക്തിപൂജ എന്ന പരാമർശം. VSന് പ്രത്യേക മഹത്വമൊന്നുമില്ല എന്നും അങ്ങനെ ഒരു വ്യക്തിപൂജയുടെ ആവശ്യം ഇല്ല എന്നും പിണറായി വിജയന്റെ പ്രഖ്യാപനം. 2016 VSനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള നീക്കമുണ്ടായി, പ്രായം പറഞ്ഞ്. എന്നാൽ പ്രായം പറഞ്ഞ് തന്നെ ഒഴിവാക്കിയാൽ താൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന ഭീഷണി VSന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്തായാലും പിണറായിയും VSും മത്സരിക്കട്ടെ എന്ന തീരുമാനമുണ്ടായി. വിജയിച്ചു വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് അന്ന് പോളിറ്റ് ബ്യൂറോ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പിണറായി വിജയനായിരിക്കും അത്തവണ മുഖ്യമന്ത്രി എന്ന തീരുമാനമുണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, പിണറായി മുഖ്യമന്ത്രിയായി. VSന് അർഹതപ്പെട്ട എന്ന രീതിയിൽ ഒരു സ്ഥാനം നൽകി. ക്യാബിനറ്റ് റാങ്കുള്ള പദവി തന്നെ VSന് നൽകി, ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷൻ. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ ആരെയും ഉയർത്തിക്കാട്ടണ്ട എന്നാണ് പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം. എന്നാൽ അത് കേരളത്തിൽ തീരുമാനിക്കാം എന്നൊരു വാദഗതിയുമുണ്ട്. താൻ മത്സരിക്കണോ അതോ പ്രചാരണ നായകൻ മാത്രമായി ഒതുങ്ങണോ എന്നുള്ളത് പിണറായിക്ക് തീരുമാനിക്കാം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. അടുത്ത കാലം വരെ പാർട്ടിയിലും പാർട്ടി അണികളിലും പിണറായിക്ക് എതിരെ ഒരു എതിർവാക്കുണ്ടായിരുന്നില്ല, തിരുവാക്ക് എതിർവാക്കില്ലായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ദയനീയമായ തോൽവി എതിർവാക്കുകൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. പാർട്ടി കമ്മിറ്റികളിലും സമ്മേളനങ്ങളിലും ന്യൂനപക്ഷത്തെ കൂടെ നിർത്തിക്കൊണ്ട് വിജയിക്കാം എന്നുള്ള തന്ത്രം പിണറായിയുടേതായിരുന്നു. എന്നാൽ അതിൽ അമ്പേ പരാജയപ്പെട്ടു. ഇപ്പോൾ ഭൂരിപക്ഷത്തെ കൂടെ നിർത്തിക്കൊണ്ട് വിജയിക്കാം എന്നൊരു തന്ത്രമാണ്. SNDP NSS ഐക്യം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും പിണറായി പ്രചാരണ നായകൻ മാത്രമായി ഒതുങ്ങുമോ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.